ഭൈരവി എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമയിൽ രജനീകാന്ത് നായകനും അന്ന് നായകനായിട്ട് അഭിനയിച്ചിരുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന നടൻ, ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടനാണ്. രജനീകാന്തിനെക്കാട്ടൊക്കെ ഒരുപാട് വർഷം മുമ്പ് സിനിമയിൽ വന്ന ഒരു നടനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ആ സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു പല പ്രൊഡക്ഷൻ സൈഡൊക്കെ നോക്കി ചെയ്തപ്പോൾ പല പ്രൊഡ്യൂസേഴ്സും രജനീകാന്തിനെ നായകനാക്കുന്നതിനും ഈ പറയുന്ന ശ്രീകാന്തിനെ വില്ലനാക്കുന്നതൊക്കെ താല്പര്യമില്ലായിരുന്നു. കാരണം രജനീകാന്തിൻ്റെ അന്നത്ര താരമൂല്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായതൊക്കെയാണ്. പക്ഷേ അന്ന് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന പ്രൊഡ്യൂസർ അവസാനം ഒരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു രജനീകാന്തിനെ ആ ഒരു സിനിമയിൽ നായകനാക്കി. നമ്മുടെ ശ്രീപ്രിയ എന്ന് പറയുന്ന നടി അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഗീത അതിൽ രജനീകാന്തിൻ്റെ ഒരു അനീതിയുടെ വേഷം തോന്നുന്നു അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിനിമ 78 ജൂണിലാണ് ആ ഒരു സിനിമ റിലീസാവുന്നത്. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു 35 അടി ഹൈറ്റിൽ ഒരു രജനീകാന്തിൻ്റെ ഒരു കട്ടൗട്ട്, അത് അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ പിന്നീട് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറൊക്കെ കലേപ്പള്ളി എസ് താണു എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചത്. അതിൽ ഇത്രയും വലിയൊരു കട്ടൗട്ട്, അതിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ് രജനീകാന്തിനെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് ആദ്യമായിട്ട് ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ഹോർഡിങ്ങിൽ പേര് വരുത്തിയത് അദ്ദേഹമാണ്.